എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 1 ശ്ലോകം 6, 7, 8, 9, 10 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവതാര പ്രയോജനമൊക്കെ നിർവഹിച്ചിട്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചതിനു പുറമെ ഭക്തന്മാരെ അനുഗ്രഹിച്ച ആ രീതിയും അങ്ങനെ വർണ്ണിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6, 7. സുമൂർത്യാലോകലാവണ്യ നിർമുക്ത്യാലോചനം നൃണാം ദീർഘിസ്ഥാ സ്മരതാം ചിത്തം പദേസ്താനിക്ഷതാം ക്രിയാ. ആച്ഛിദ്യ കീർത്തിം സുശ്ലോകാം വിതത്യ ഹ്യഞ്ജസാനുഗൗ തമോനയാതരിഷ്യന്തീത്യഗാൽ സ്വം പദം ഈശ്വര. അങ്ങനെ അവതാരം പ്രയോജനം ഒക്കെ നിർവഹിച്ച ശേഷം ഭഗവാൻ സ്വസ്ഥാനം പ്രാപിച്ചു. ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ചു. ഭക്തന്മാരെ അനുഗ്രഹിച്ച രീതി ഇതാ കുറച്ചൊക്കെ അല്പം സൂചിപ്പിക്കുകയാണ്. ചൈതന്യമില്ലാത്ത വസ്തുക്കളിൽ സൗന്ദര്യമുള്ളതായിട്ട് കാണപ്പെടുന്നില്ലല്ലോ. അതിനാൽ ശുദ്ധ ചൈതന്യ സ്വരൂപനായ ഭഗവാന്റെ അംശത്തോടുള്ള ചേർച്ചയാൽ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ലാവണ്യം സിദ്ധിക്കുന്നു. എത്രയോ സുന്ദരമായിരുന്ന ഒരു മനുഷ്യരൂപം ചൈതന്യത്തോട് വേർപിരിഞ്ഞാൽ സൗന്ദര്യലേശം ഇല്ലാത്തതായി കാണുന്നു എന്ന് മാത്രമല്ല, അത് ഭയങ്കരമായി തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ സ്വരൂപം തന്നെയാണ് ലോകത്തിന് സൗന്ദര്യം കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള അപ്രാകൃത സുന്ദര സ്വരൂപം പ്രദർശിപ്പിച്ചിട്ട്, അല്ലെ, ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നാണ് നൽപത്തൂര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ അപ്രാകൃത സുന്ദര സ്വരൂപം പ്രദർശിപ്പിച്ചിട്ട് അന്നുള്ള മഹാന്മാരുടെ നേത്രങ്ങൾക്ക് അന്യവസ്തുക്കൾ കാണാനുള്ള ആഗ്രഹം ഇല്ലാതാക്കി. അതിമനോഹരങ്ങളായ വാക്കുകൾ കേൾപ്പിച്ച് മനസ്സിനെയും രമിപ്പിച്ചു. ശംഖ ചക്രാദി രേഖകളാൽ അടയാളപ്പെട്ടിരിക്കുന്ന ഭഗവത് പാദങ്ങൾ അവിടെ മണലിൽ പതിഞ്ഞതായി കാണുന്നവർക്ക് അന്യപ്രവൃത്തികൾ ചെയ്യാനായി മറ്റെങ്ങും പോവാൻ ശക്തിയില്ലാതെയാകയാൽ ഇതര വ്യാപാരങ്ങളെ പാദന്യാസങ്ങൾ പ്രദർശിപ്പിച്ചിട്ടും അപഹരിച്ചു. ഭഗവാൻ വേറൊരു കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ തോന്നുന്നില്ല ഭഗവാന്റെ ആ പാദങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോ അതിനെപ്പറ്റി തന്നെ വിസ്തരിച്ച് അവര് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നു. ഇങ്ങനെ ഭക്തന്മാരുടെ സകല ഇന്ദ്രിയങ്ങളെയും അനായാസേന രമിപ്പിച്ച ഭഗവാൻ ഇനി ജനിക്കാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണം എന്നുള്ള കരുണയാൽ തന്റെ അസാധാരണ പ്രവൃത്തികൾ കൊണ്ടുള്ള കീർത്തി ലോകത്തിൽ പരത്തി. ഭഗവാന്റെ ലീലാവിശേഷങ്ങൾ വർണ്ണിച്ചിട്ട് കവികൾ അവരുടെ കവിത്വ ശക്തിയെ പരിശുദ്ധമാക്കി. താൻ ചെയ്ത അതിശയങ്ങൾ വർണ്ണിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന പുണ്യവാന്മാര് ഇനിമേൽ ജനന മരണ പ്രവാഹ രൂപമായിരിക്കുന്ന സംസാര ദുഃഖത്തെ കടന്ന് മുക്തന്മാരായി ഭവിക്കും എന്നും നിശ്ചയിച്ചു ഭഗവാൻ. അങ്ങനെ അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വസ്ഥാനമായ വൈകുണ്ഠം പ്രാപിച്ചു. സ്വകുലത്തെ എങ്ങനെ നശിപ്പിച്ചു, തന്നെ സേവിച്ചുകൊണ്ടിരുന്ന സാധുക്കളെ എങ്ങനെ ഉപേക്ഷിച്ചു എന്നൊന്നും ആരും സംശയിക്കണ്ട. ഭഗവാന് സ്വജനം അന്യജനം ചേർച്ച വേർപാട് അത് നിമിത്തം ദുഃഖം സുഖം ഇതൊന്നുമില്ല. അവതാര കാര്യം നടത്തി ജഗത്തിനെ അനുഗ്രഹിച്ച് സ്വകാരണത്തോട് ചേരുകയും അതിൽ സഹായിക്കാൻ വന്ന ദേവന്മാരെ അവരുടെ സ്ഥാനത്തിലേക്ക് അയക്കുകയും ചെയ്തു. കളി കഴിഞ്ഞാൽ വേഷം മാറുന്ന നടനെ പോലെ ഭഗവാൻ അവതാര രൂപത്തെ ജനദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അതാണ് അതിന്റെ സാരം. അങ്ങനെ ഏകാദശ സ്കന്ധ സാരാംശം ചുരുക്കി പറഞ്ഞു. രാജോവാച ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപകഥമഭൂത് കൃഷ്ണീനാം കൃഷ്ണചേതസാം. ബ്രാഹ്മണ ശാപത്താൽ യാദവ കുലത്തെ ഭഗവാൻ സംഹരിച്ചു എന്ന് കേട്ടപ്പോ വിസ്തരിച്ചു കേൾക്കാൻ ആഗ്രഹിച്ച ഭക്തോത്തമനായ രാജാവ് സംശയിച്ചുകൊണ്ട് ശുൽക്കപുരമഹർഷിയോട് ചോദിക്കുകയാണ്, ഹേ ഭഗവൻ, വൃഷ്ണികൾക്ക് ബ്രാഹ്മണ ശാപം എങ്ങനെ ഉണ്ടായത്? കാരണം കൂടാതെ കാര്യം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഒരു ശാപം ഉണ്ടാവാൻ കാരണം
അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസം തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവർക്ക് അവരിൽ നിന്ന് ശാപം നേരിട്ടു എന്ന് വരാം. വൃഷ്ണികള് ബ്രാഹ്മണ ഭക്തിക്ക് പ്രസിദ്ധപ്പെട്ടവരല്ലേ. സ്തുതി നമസ്കാരാദികളൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ച് ബ്രാഹ്മണർക്ക് വേണ്ടുന്നത് കൊടുക്കാൻ മടിക്കുന്നവർക്ക് ശാപം സംഭവിക്കാം. വൃഷ്ണികള് വളരെ ദാനശീലന്മാരല്ലേ. എന്ന് തന്നെയല്ല, വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ ക്വചിൽ. വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും ദോഷം ഭവിക്കില്ല എന്നാണ് ശാസ്ത്രം. വൃഷ്ണികള് എപ്പോഴും ശ്രീകൃഷ്ണനെയും തന്റെ ഭക്തന്മാരായ നാരദാദി മുനികളെയും ഭജിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഈ ബ്രാഹ്മണ ശാപം ഇവരിൽ എങ്ങനെയാ വന്നു ചേർന്നത് ചോദിക്കുന്നു മഹാരാജാവ്. എന്നിമിത്ത സവൈ ശാപോ യാദൃശോ ദ്വിജസത്തമ കഥമേകാത്മനാം ഭേദ ഏതൽ സർവം വദസ്വമേ. അതുകൊണ്ട് ശാപത്തിന് എന്താ കാരണം? എങ്ങനെയുള്ള ശാപാണ് ഉണ്ടായത്? സർവത്ര സമദർശികളായ ബ്രാഹ്മണർക്ക് ഭേദബുദ്ധി എങ്ങനെ ഉണ്ടായത്? തന്നിൽ നിന്ന് ഭിന്നമായി യാതൊന്നിനെയും കാണാത്ത ജ്ഞാനികളുടെ മനസ്സിൽ ശപിക്കണം എന്ന വിചാരം എങ്ങനെയുണ്ടായി? എല്ലാം അറിവുള്ള അങ്ങ് എന്റെ ഈ സംശയം തീർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ച രാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. ശ്രീശുക ഉവാച വിപ്രത്വപു സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളം ആപ്തകാമ ആസ്ഥായധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതകൃത്യശേഷ. ശിവബ്രഹ്മർഷി പറയാണ്, സർവാന്തര്യാമിയായും ഇപ്പോ അതിസുന്ദരമായ ശരീരത്തെ എടുത്തും ലോകത്തെ അനുഗ്രഹിക്കാൻ തക്ക മംഗളകർമ്മങ്ങളെ അനുഷ്ഠിച്ചും ഗൃഹസ്ഥാശ്രമികളെ അവരുടെ ധർമ്മത്തെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി യദുകുലത്തിൽ ഗൃഹസ്ഥാശ്രമിയായിരുന്ന് ഉദാര കീർത്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ തന്റെ അവതാരകാര്യമായ ഭൂമിഭാരാപഹരണം മുഴുവനും ആയിട്ടില്ല എന്ന് തോന്നിയപ്പോൾ സ്വകുലത്തെയും സംഹരിക്കണമെന്ന ഇച്ഛയുണ്ടായി ഭഗവാന്. എല്ലാം സാധിച്ചിരിക്കുന്ന ഭഗവാന് ഇനി സാധിക്കേണ്ടത് എന്താ? ഒന്നുമില്ല. ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ കർമ്മം ചെയ്യുന്നു. ഈശ്വര സങ്കല്പം അനുസരിച്ച് സകലവും ഭവിക്കും. പ്രാണികളുടെ സൽക്കർമ്മ ദുഷ്കർമ്മങ്ങൾ അനുസരിച്ച് ഫലം കൽപ്പിച്ചു കൊടുക്കുന്ന ഈശ്വരൻ അവരുടെ കർമാനുസരണം കൽപ്പിക്കുകയും സങ്കല്പാനുസരണം കാര്യങ്ങൾ ഭവിക്കുകയും ചെയ്യുന്നതിനാൽ പ്രഭുവായ ഈശ്വരന്റെ സങ്കല്പ സാമർഥ്യത്താൽ കാരണവും ഉണ്ടായി. അതായത് ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് യദുകുല നാശത്തിന് മുഖ്യ കാരണം എന്ന് സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.